അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടതാണ്. ഒരു ഔഷധ മരുന്ന് അത് അതിൻ്റെ പറ്റിയ ക്വാളിറ്റിക്ക് എന്താണെന്നുള്ളത് ഞാൻ ആ മരുന്ന് കണ്ടതിന് ശേഷം പറഞ്ഞുതരാം. കാരണം ഞങ്ങളെ ഭാഗത്ത് കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ആ ഭാഗത്തേക്ക് പോയിട്ട് കുറച്ചാണ്ട് പോകണം, ഒരു പുഴയുടെ അടുത്താണ്. അപ്പോൾ ആ മരുന്നിൻ്റെ പേര് മറന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഒരു ചെടിയാണ്, ആ ചെടിയുടെ പേര് മറന്ന്. അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ എന്താണെന്നുള്ളത് അത് കണ്ടിട്ട് പറയാം. അപ്പോൾ ഞാൻ സൈനാത്താടെ പോയേക്കട്ടെ, കാരണം സൈനാത്താക്ക് ഒരുവിധം മരുന്നിൻ്റെ പേരൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് സൈനാത്താടെ പോയിട്ട് തിരിച്ച് പോവാം കേട്ടോ. ഞാൻ സൈനാത്താടെ പോയിട്ടാണ്. അപ്പോൾ സൈനാത്ത ആ മരുന്നിൻ്റെ പേര് പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയണില്ല, ആ മരുന്ന് കാണിച്ചിട്ട് പറയുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ എത്തട ഒന്നാവില്ലേ. ചെന്ന പാട് സൈനാത്ത നോക്കി എന്താ മുടി വെട്ടിയില്ലേ. അപ്പം പറഞ്ഞു സൈനാത്ത ഞാൻ വെട്ടാൻ നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഫാൻ്റെ എന്താ പാകല്ലേ ചോദിച്ച്. ഞാൻ പറഞ്ഞു നിങ്ങളെ അറിയണ്ട. ഞാൻ പറഞ്ഞ് ഫാൻ്റെ കുറച്ച് ലൂസ് കൂടുതലാണ് സൈനാത്ത, അതിൻ്റെ അരവണ്ണം ഞാൻ ചുരുക്കിയിട്ട് ഇട്ടോളാം പറഞ്ഞു. എന്നായിക്കോട്ടെ പറഞ്ഞു. എന്തായാലും ഞാനിപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. ഞാൻ ആ മരുന്ന് തേടി പോകട്ടെ, കുറച്ചാണ്ട് പോകണം. അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ. ഈ യാത്രയിൽ ഞാൻ യാത്ര പുറപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇതിൽ കൂടെ പോകേണ്ടത്, ഈ കൂടെ അല്ല, ഈ വഴിക്ക് കൂടെ നമുക്ക് യാത്ര പോവാം. ബംഗാളി ഇവിടെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, ഫോൺ ചെയ്യണം. ഞാൻ യാത്ര അവിടെ നിന്ന് ഇങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കാട് പിടിച്ച് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളാട്ടോ. ഇവിടെയൊക്കെ നിശബ്ദം പോലെയാണ്, ഒരു ശല്യം ഒന്നുമില്ല. അതിൻ്റെ അപ്പുറത്ത് പുഴയാണ്, അതൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ റോഡുണ്ട്, ഇവിടെയും അതാ വീടുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈ യാത്ര ഇനി മുന്നോട്ട് പോവാം. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ചെടി നോക്കും ചെയ്യാം. അങ്ങനെ അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്, വെള്ളം അടിക്കുന്ന പമ്പ് ഹൗസ് ഇല്ലേ, അവിടെ എത്തിയിട്ട് ഞാൻ പിന്നെ എന്തായാലും വെള്ളം അടിക്കണമെന്നില്ല. അതാ ഞങ്ങൾ ആദ്യം ഇവിടെ താമസിച്ചിരുന്നു ഒരു 4-5 കൊല്ലം. അന്ന് ഇങ്ങനെ അല്ലേന്ന്. അപ്പോൾ ഇതിക്കും ചെറുതായിരുന്നു എന്താണ് വെള്ളം നിൽക്കണത് ടാങ്ക്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ കുറേ കുളിച്ചിട്ടുണ്ട്. ഇനി നമുക്കവിടെ പുഴയിലേക്ക് പോവാം. അവിടെ നിന്ന് ഇറങ്ങി. അയ്യോ, ഇതൊക്കെ പ്രകൃതി സുന്ദരമായ കുറേ പനകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ശല്യമില്ലാതെ, ഒരു മനുഷ്യമില്ലാതെ നിശബ്ദമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യനും കാണാനില്ല. അവധിയാന്ന് തോന്നുന്നു, തുറന്നിട്ടൊന്നുമില്ലല്ലോ. ഇതാ വെള്ളമടിക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ്. പണ്ടൊക്കെ ഞാനൊക്കെ ഇതിൻ്റെ മേലെ നിന്ന് അങ്ങോട്ട് ചാടും കുട്ടിക്കാലത്തൊക്കെ. ഇന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഇവരെ അറിയും. ഇതവിടെ സ്റ്റെപ്പാണ്. പണ്ടൊക്കെ കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ മണ്ണൊക്കെ ഒന്ന് തൂർന്നിട്ട് വലിയൊരു ആൽമാരൊക്കെ ഉണ്ടായിരിക്കണം. അന്നും ഇങ്ങനെ ആൽമാരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നടന്നു പോവാം നമുക്ക്. കണ്ട മനോഹരമായ സ്ഥലങ്ങളാട്ടാ. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റ് കൊണ്ടിരിക്കുക. വൈകുന്നേരം ആവണ്ട അത്ര. ഇവിടെ എപ്പോഴും തണലാണ്. ഒരു തോണി ഇതാ കരയിലാണ് നിൽക്കുന്നത്. ഇതാ പുഴ, നമ്മുടെ ഭാരതപ്പുഴ. മറ്റേത് കുംഭമേള നടന്ന അങ്ങോട്ടാണ്, ആ ഭാഗത്താണ്, അത് അവിടെയാണ്. ഇത് നമ്മളെ പമ്പ് ഹൗസിൻ്റെ അവിടെയാണ്. അന്നൊക്കെ ഞാൻ ഈ നടക്കുന്ന ഭാഗത്തൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. അന്നൊക്കെ ഇതിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ ഞങ്ങൾ നീന്തി കുളിച്ചിരുന്നു. ഇപ്പൊക്കെ വെള്ളം ഇതിൻ്റെ ചോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോട്ടെ. ഞാൻ ആ ചെടിക്ക് വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാട്ടാ. കേട്ടാ, ഇതിൻ്റെ മേലെ നിന്നാണ് ഞങ്ങൾ ഈ വെള്ളത്തിൽ എടുത്ത് ചാടിയിരുന്നത് അന്നത്തെ കാലത്തിട്ടാ. അന്നൊക്കെ ചെറിയ കുട്ടികളല്ലേ. എന്താ എന്തായാലും ഇതിൻ്റെ മേലെ കൂടെ ഞാൻ ഇനി കയറിയിട്ട് അവിടെ പോട്ടെട്ടാ. നമ്മൾ ഭാരതപ്പുഴ ഒന്നും കൂടി കണ്ടോളൂ. ഒരു കാലത്ത് ഇവിടെ മണലെടുക്കുമ്പോൾ ഞങ്ങൾ അക്കരക്കൊക്കെ പോയിരുന്നതാണ്. ഇതൊന്നും പറ്റൂലൊക്കെ പൊന്തും കാടുകളൊക്കെ ആയി. അപ്പോൾ ഈ കയറ്റം കയറിയിട്ടാണ് അവിടെ എത്താൻ. അപ്പോൾ ഗുഡ് ബൈ പുഴയെ, ഞങ്ങൾ പോട്ടെ അങ്ങോട്ട്. ഞാൻ അവിടെ നിന്നിട്ട് പോകുന്നിട്ടാ. ഇനിയും പിന്നെ ഒരു ദിവസം വരുന്നുണ്ട്. ഞാൻ അധികം പോയില്ല. അപ്പം തന്നെ ഞാൻ വിചാരിച്ച ചെടി കണ്ടുട്ടാ. എന്തായാലും ഈ പാലം കിടന്നുകൊണ്ട് പോട്ടെ. ഇവിടെ തോടല്ലേ.
അതാ മക്കളെ ചെടി, ചെടിയല്ല ഒരു ഔഷധം, എരിക്ക്. ഇതാണ് ആ എരിക്ക്. ഞാൻ ആ വീഡിയോ കണ്ടത് എങ്ങനെ വെച്ചിട്ടുണ്ടാ, അവർ പറഞ്ഞു ഇതിൻ്റെ ഇല എടുത്തിട്ട് ഇതിൻ്റെ ഇല എടുക്കുക. വീഡിയോയിൽ പറഞ്ഞു ഇതിൻ്റെ ഇല എടുത്തിട്ട് ഇതങ്ങനെ കൊത്തി ഇങ്ങനെ ചതച്ചെടുത്തിട്ട് കല്ലുപ്പ് പൊടിച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണ തേച്ചിട്ട്, ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ മുട്ടുകാലിൻ്റെ വേദനയാണോ, അതിപ്പോൾ പ്രായമാണെന്നില്ല, അതിൻ്റെ മുന്നേ തന്നെ വരും. എന്നിട്ട് അവിടെ പുരട്ടി കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരാഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സമാധാനം കിട്ടും പറഞ്ഞു. അതാണ് ഇത് സൈനാത്ത പറഞ്ഞല്ലോ, എന്താണ് എരിക്കുന്ന അതിൻ്റെ പേര്. അങ്ങനെ ചെയ്താൽ നല്ല സമാധാനം കിട്ടുമെന്നാണ് പറഞ്ഞത്. അതുമാതിരി ഇതിൻ്റെ കറ ഉണ്ടല്ലോ, ഈ കറ എടുത്തിട്ട് കുഴിനകമൊക്കെ കാൽമുണ്ടാവുമല്ലോ, കുഴിനകം ഇപ്പം അങ്ങനെ അധികം കാണാനില്ല ആർക്കും. പണ്ടൊക്കെ ഈ മണ്ണിലും അതിലൊക്കെ ചവിട്ടിയിട്ട് പാടത്തൊക്കെ കൃഷി ആക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പാവങ്ങൾ. അപ്പോൾ അവരും ഒരുവിധ ആൾക്കാരെ കാൽമൊക്കെ വരും വർഷക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ കാലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കുക, അതിൻ്റെ ആ നീരിറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴിനകമൊക്കെ മാറും എന്നാണ് പഴയ ആൾക്കാർ പറഞ്ഞത്. സത്യമാണ്. ഞാനിതേമാതിരിക്ക് ഇന്നൊരു കാലിൽ നിന്ന് ഉണ്ടായിട്ട് ഞാൻ ചെയ്ത് പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി വന്നതാണ് കേട്ടോ, ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി ഞാൻ പറഞ്ഞിരിക്കണം, ഒന്നുകൂടി പറയാം. അപ്പോൾ ഒന്നുകൂടി നമ്മളെ എരിക്കിനെ കണ്ടോളി, കുറേ ഇവിടെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ യാത്ര തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ മുന്നേ ഒരു മനോഹരമായ കാഴ്ച കണ്ട്, ഒരു കാട് പ്രദേശം പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ ഞാൻ ഇറങ്ങി പോവുകയാണ്. എന്തൊക്കെ ഉണ്ടായി തീരുമാനം എനിക്കൊന്നും പറയാൻ പറ്റില്ല, മൊത്തം ഒരു കാടാണ്. കണ്ട ഈ ഭാഗം ഒന്നും ഇല്ലായിരിക്കട്ടെ, നല്ലൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം കാടാണ്. ഈ വഴിക്കൂടൊക്കെ ഞാൻ ഇറങ്ങി പോവുകയാണ്. കാട്ട് പ്രദേശം. നല്ല വിശാലമായ സ്ഥലം. ഇവിടെയൊക്കെ കുറേ ഇരുന്ന് വിശ്രമിക്കാം. അതിമനോഹരമായ സ്ഥലം. ആ സ്ഥലം എത്തിച്ചേർന്നത് എവിടെയെന്ന് അറിയാൻ പറ്റുമോ? നമ്മുടെ പുഴയുടെ അടുത്തേക്ക് തന്നെ. കണ്ട നല്ലൊരു കുളിക്കാം, ഇവിടെ നീന്തി കുളിക്കാൻ തോന്നുന്നു. ഇപ്പം എന്തായാലും ഞാൻ തോർത്തുകൊണ്ടൊന്നും കൊടുന്നില്ല, സോപ്പൊന്നും കൊടുന്നില്ല. ഒരു ദിവസം വന്ന് ഇവിടെ നീന്തി കുളിക്കണം വന്ന സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഞാനിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. കാരണം നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലത്തവർക്ക് വിജയം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ താൽക്കാലികം ഞാൻ പോവുകയാണ്. ഇനിയും ഇവിടെ കുറേ നല്ല നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം.